സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ട്രംപിന് പുതിയ പൂട്ടിടാൻ ഒരുങ്ങുകയാണ് ഇറാൻ. ഹോർമുസ് കടലിടുക്ക് പിടിച്ചെടുക്കാൻ ട്രംപ് സന്നാഹമൊരുക്കുമ്പോൾ ചെങ്കടലിൽ പുതിയ കുരുക്ക് ഒരുക്കുകയാണ് ഇറാൻ എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. ഇതുവരെ ഇറാൻ കരുതി വച്ചിരുന്ന തന്ത്രം പയറ്റാൻ സമയമായി എന്നാണ് ഇറാൻ ഭരണകൂടം വേണ്ടപ്പെട്ടവർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതിനിടെ ഹോർമുസിലേക്ക് കപ്പൽ അയക്കണമെന്ന, അതായത് യുദ്ധക്കപ്പൽ അയക്കണമെന്ന ട്രംപിൻ്റെ നിർദ്ദേശത്തെ മിക്ക രാജ്യങ്ങളും തള്ളിക്കളഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. അതായത് ഇറാനെതിരെ സൈനിക നീക്കത്തിലേക്ക് മറ്റ് രാജ്യങ്ങളെ കൂടി എത്തിക്കാനുള്ള ട്രംപിൻ്റെ കുതന്ത്രമാണ് ഇതോടെ പാളിയിരിക്കുന്നത്. മാത്രമല്ല, ഹോർമുസിലേക്ക് സൈനിക നീക്കം നടത്തുന്നത് അമേരിക്കയ്ക്ക് അതീവ അപകടകരമാകുമെന്ന് നയതന്ത്ര വിദഗ്ധരും മറ്റും ട്രംപിന് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഇറാനിലെ ഗാർഗ് ദ്വീപിൽ നടത്തുന്ന ആക്രമണം ലോക സമ്പദ് വ്യവസ്ഥയെ ഗുരുതരമായി ബാധിക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധരും ട്രംപിന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ 3 സാഹചര്യങ്ങളിലൂടെ കടന്നു പോവുകയാണ് ഈ വീഡിയോ. ആദ്യം ഇറാന്റെ പുതിയ നീക്കം നമുക്ക് പരിശോധിക്കാം. ഹോർമുസ് പിടിച്ചെടുക്കുമെന്നുള്ള ട്രംപിന്റെ ഭീഷണിക്കും ഹോർമുസിലേക്ക് കപ്പലോടിക്കാൻ മറ്റ് രാജ്യങ്ങളെ ക്ഷണിച്ച ട്രംപിന്റെ നീക്കത്തിനും പിന്നാലെയാണ് ഇതുവരെ കരുതി വച്ചിരിക്കുന്ന ആയുധം പയറ്റാൻ ഇറാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഹൂതികളെ ഉപയോഗിച്ച് ചെങ്കടലിലെ കപ്പൽ പാത അടയ്ക്കാനാണ് ഇറാൻ നീക്കം തുടങ്ങിയിട്ടുള്ളത്. അതായത് യമനിലെ ഇറാൻ അനുകൂല സംഘങ്ങളായ ഹൂതികൾ ഇതുവരെ സൈലന്റ് ആയിരുന്നു. ഇറാൻ അനുകൂല സംഘങ്ങളായ മറ്റെല്ലാവരും, അതായത് ഹിസ്ബുള്ളയും ഇറാഖിലെ മിലിഷ്യകളും എല്ലാം ഇസ്രയേലിനെതിരെയും അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെയും ആക്രമണം നടത്തിയിട്ടും യമനിലെ ഹൂതികൾ എന്തുകൊണ്ട് സൈലൻ്റായി ഇരിക്കുന്നു എന്നുള്ള ചോദ്യം വലിയ തോതിൽ ഉയർന്നിരുന്നു. ഒരു കാലത്ത് ഇറാൻ്റെ പിന്നിൽ അണിനിരന്ന യമനിലെ ഹൂതികളുടെ അസാന്നിധ്യമാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ഉറ്റുനോക്കിയത്. ഇസ്രയേലിനെയും അമേരിക്കയും പേടിച്ചിട്ടാണ് ഹൂതികൾ ഇങ്ങനെ ഒരു നിലപാടെടുത്തത് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ ഹൂതികളുടെ ഈ നിശബ്ദത ഇറാന്റെ തന്ത്രമായിരുന്നു എന്ന് ഇപ്പോൾ തെളിയുകയാണ്. ഹൂതികളെ തൽക്കാലം യുദ്ധത്തിൻ്റെ ഭാഗമാക്കേണ്ട എന്നും സമയമാകുമ്പോൾ രംഗത്തിറക്കാം എന്നുമായിരുന്നു ഇറാന്റെ തന്ത്രം. അതായത് എല്ലാ ആയുധങ്ങളും ഒരുമിച്ചിറക്കി കളിക്കേണ്ട എന്നതായിരുന്നു ഇറാന്റെ തന്ത്രം എന്ന് തന്നെ പറയാം. അതാണ് ഇറാൻ ഇവിടെയും പയറ്റിയിരിക്കുന്നത്. ഹൂതികളോട് സംഘർഷത്തിലേക്ക് ഇറങ്ങാൻ ഇറാൻ നേതൃത്വം നിർദ്ദേശം നൽകി കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ട്. ഇതോടെ ഹോർമുസ് കടലിടുക്കിന് പിന്നാലെ ലോക വ്യാപാരത്തിൽ നിർണായകമായ ചെങ്കടലിലെ കടലിടുക്ക് കൂടി സംഘർഷത്തിന് വേദിയാകും എന്നതാണ് അവസ്ഥ. യമനിലെ ഷിയ ന്യൂനപക്ഷമായ സെയ്ദി വിഭാഗത്തിലെ സായുധ ഗ്രൂപ്പുകളാണ് ഹൂതികൾ. ഇറാൻ നേതൃത്വം നൽകുന്ന പ്രതിരോധത്തിൻ്റെ അച്ചുതണ്ടിലെ പ്രധാന ഭാഗവുമാണ് സന കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഈ ഹൂതികൾ. ഇറാനുമായി വിശ്വാസപരമായി ഏറെ അടുത്ത് നിൽക്കുന്നവരല്ല ഹൂതികൾ. എങ്കിലും ഇറാനുമായി വളരെ സൈനികപരമായി മാനസികമായി അടുപ്പം സൂക്ഷിക്കുന്നവരാണ് ഹൂതികൾ എന്ന് തന്നെ പറയാം. മാത്രമല്ല, ഇറാനിൽ നിന്ന് സൈനിക സഹായങ്ങളും ഹൂതികൾ സ്വീകരിക്കുന്നുണ്ട്. ഹൂതികളിലേക്ക് ആയുധങ്ങൾ എത്തിക്കുന്നതിലും ഇറാന് നിർണായക റോളുണ്ട്. ഇറാൻ സംഘർഷം തുടങ്ങിയതിന് പിന്നാലെ എന്തിനും തയ്യാറാണെന്ന് ഹൂതികളുടെ നേതാവ് അബ്ദുള്ള അൽ ഹൂതി പ്രതികരിച്ചിരുന്നു. എങ്കിലും പ്രത്യക്ഷത്തിൽ രംഗത്തിറങ്ങിയിരുന്നില്ല. പിന്നീട് ഒരു പ്രസ്താവനയും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്നിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ചെങ്കടലിന് സമീപം ഹൂതികൾ യുദ്ധത്തിന് തയ്യാറെടുക്കുന്നതിൻ്റെ തെളിവുകൾ ലഭിച്ചതായി രഹസ്യാന്വേഷണ ഏജൻസികൾ പറയുന്നുണ്ട്. ഹൂതികൾ കൂടി ഇങ്ങനെ രംഗത്തിറങ്ങിയാൽ അത് ലോക വ്യാപാരത്തിന് കൂടുതൽ തിരിച്ചടിയാകുന്ന ഒരു അവസ്ഥയുണ്ടാകും. ലോക വ്യാപാരത്തിൽ നിർണായകമായ ഇടമാണ് ചെങ്കടലിലൂടെയുള്ള കടൽപാത അല്ലെങ്കിൽ കപ്പൽപാത. ഗാസ ഇസ്രയേൽ യുദ്ധമുണ്ടായ സമയത്ത് 2 വർഷത്തോളം ഇതുവഴിയുള്ള കപ്പൽ ഗതാഗതത്തിന് ഹൂതികൾ വലിയൊരു ഭീഷണി മുഴക്കിയിരുന്നു. നിരവധി കപ്പലുകളെ തകർക്കുകയും 10-ലധികം നാവികരെ കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇസ്രയേൽ അമേരിക്കൻ ബന്ധമുള്ള കപ്പലുകളായിരുന്നു അന്ന് ഹൂതികൾ ലക്ഷ്യമിട്ടത്. ബാബൽ മൻദബ് അഥവാ കണ്ണീരിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന പ്രദേശം ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്രപാതകളിലൊന്നാണ്. 32 കിലോമീറ്റർ വീതിയുള്ള ഈ പ്രദേശം കടക്കാതെ ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്കുള്ള കപ്പലുകൾക്ക് സൂയസ് കനാലിലേക്ക് പ്രവേശിക്കാനാകില്ല. പ്രതിവർഷം 17,000 കപ്പലുകൾ ഇതുവഴി കടന്നു പോകുന്നുണ്ട് എന്നാണ് കണക്ക്. സൂയസ് കനാൽ വഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടാൽ, അതായത് ചെങ്കടൽ വഴിയുള്ള ഗതാഗതം ഹൂതികൾ തടസ്സപ്പെടുത്തിയാൽ ഏഷ്യയ്ക്കും യൂറോപ്പിനും ഇടയിലുള്ള വ്യാപാരവും വളരെ വൈകും. ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്കുള്ള കപ്പലുകൾക്ക് സൂയസ് വഴി പോകാൻ 20 മുതൽ 25 ദിവസങ്ങൾ മതി. പക്ഷേ സൂയസ് ഒഴിവാക്കി ആഫ്രിക്കൻ മുനമ്പ് ചുറ്റിപ്പോയാൽ 10-15 ദിവസം കൂടി അധികം എടുക്കേണ്ട സ്ഥിതി വരും. അതായത് 35ഓളം ദിവസം എടുക്കേണ്ട സ്ഥിതി വരും. ലോക വ്യാപാരത്തിൻ്റെ 12% കടൽ മാർഗമുള്ള ഇന്ധന വ്യാപാരത്തിൻ്റെ 12% ചെങ്കടൽ വഴിയാണ് എന്നതാണ് ഈ പാതയെ വളരെ നിർണായകമാക്കുന്നത്. അതായത് ഹോർമൂസിലെ പോലെ തന്നെ അതിനിർണായകമാണ് ചെങ്കടൽ വഴിയുള്ള കപ്പൽ പാത. ഹോർമൂസിൽ കപ്പലുകൾക്ക് അകമ്പടി നൽകാൻ US സഖ്യകക്ഷികളും തീരുമാനിച്ചാൽ ഇറാൻ ഹൂതികൾ വഴി ചെങ്കടലിൽ ആക്രമണം ശക്തമാക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ഗൾഫ് ഓഫ് ഏദനെ ചെങ്കടലുമായി ബന്ധിപ്പിക്കുന്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ച ബാബൽ മൻതബ് ആയിരിക്കും ഇവിടെ നിർണായകമാവുക.
ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണ സംഭരണ നിർമ്മാണ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്താനും ഹൂതികൾക്ക് കഴിയുമെന്നതും നമ്മൾ ശ്രദ്ധയോടെ വീക്ഷിക്കേണ്ട കാര്യമാണ്. ഇത്രയും നാൾ ഹൂതികൾ വലിയ തോതിൽ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട് എന്നാണ് ചില രഹസ്യാന്വേഷണ ഏജൻസികൾ പറയുന്നത്. അതായത് ഇത്തരമൊരു സംഘർഷത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി അവർ അത്രത്തോളം തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. റഷ്യയിൽ നിന്ന് ഹൂതികൾക്ക് വൻതോതിൽ ആയുധങ്ങൾ എത്തിയിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകളുണ്ട്. അതായത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇറാൻ തങ്ങളുടെ അവസാന ആയുധം എന്ന് വിളിച്ചിരുന്നത് ഹോർമൂസ് കടലിടുക്കിനെയാണ്. എന്നാൽ ഇറാൻ അവസാന ആയുധം വളരെ നേരത്തെ തന്നെ പ്രയോഗിക്കുന്നതാണ് ഈ സംഘർഷ സാഹചര്യത്തിൽ നമ്മൾ കണ്ടത്. അത് ഒരുപക്ഷെ ലോകത്തെ തന്നെ ഞെട്ടിപ്പിക്കുകയും ചെയ്തു. അവസാന ആയുധം വളരെ പെട്ടെന്ന് ഇറാൻ പ്രയോഗിച്ചത്. പകരം മറ്റു ചിലത് കരുതി വയ്ക്കുകയും ചെയ്തു എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതാണ് ഹൂതികളും പിന്നെ ചെങ്കടലിലെ കപ്പൽ പാതയും. അതായത് ഇറാൻ തന്ത്രത്തിനനുസരിച്ച് തന്നെയാണ് ഇപ്പോഴും കാര്യങ്ങൾ പോകുന്നത് എന്ന് തന്നെയാണ് സൈനിക വിദഗ്ധരെല്ലാം വിലയിരുത്തുന്നത്. അതിനിടെ ഹോർമൂസുമായി ബന്ധപ്പെട്ട് വീണ്ടും ട്രംപിന് വലിയ തിരിച്ചടി ഏറ്റിരിക്കുകയാണ് എന്നാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുക. ഈ ഹൂതികളുടെ കടന്നുവരവിനൊപ്പം മറ്റു തിരിച്ചടി കൂടി ട്രംപിലേക്ക് വരികയാണ്. കാരണം ഹോർമൂസ് കടലിടുക്ക് തുറക്കാൻ യുദ്ധക്കപ്പലുകൾ അയക്കണമെന്ന അമേരിക്കൻ പ്രസിഡന്റിൻ്റെ നിർദ്ദേശത്തോട് അല്ലെങ്കിൽ ആഹ്വാനത്തോട് മിക്ക ലോകരാജ്യങ്ങളും ജാഗ്രതയോടെ മാത്രമാണ് പ്രതികരിക്കുന്നത്. ട്രംപിൻ്റെ ഈ നീക്കം യുദ്ധത്തിലേക്ക് തങ്ങളെയും വലിച്ചിഴയ്ക്കാനുള്ള കുതന്ത്രമാണെന്ന് മിക്ക രാജ്യങ്ങളും തിരിച്ചറിയുന്നുണ്ട് എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. നിലവിൽ ഹോർമൂസ് മേഖലയിലേക്ക് കപ്പലുകൾ അയക്കില്ലെന്ന് ഫ്രാൻസ് ഔദ്യോഗികമായി തന്നെ അറിയിച്ചു കഴിഞ്ഞു. തങ്ങളുടെ വിമാനവാഹിനി കപ്പലും അനുബന്ധ വ്യൂഹങ്ങളും കിഴക്കൻ മെഡിറ്ററേനിയനിൽ തന്നെ തുടരുമെന്നാണ് ഫ്രഞ്ച് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയത്. നമുക്കറിയാം ഫ്രാൻസ് നേരത്തെ തന്നെ ഇറാനിലേക്ക് ഇപ്പോൾ അമേരിക്കയും ഇസ്രയേലും നടത്തിയ സൈനിക നീക്കത്തെ പിന്തുണയ്ക്കുന്നില്ല. ഇനി ചൈനയുടെ പ്രതികരണം നോക്കാം. സംഘർഷം അവസാനിപ്പിക്കാനും ഊർജ്ജ വിതരണം തടസ്സമില്ലാതെ ഉറപ്പാക്കാനും എല്ലാ കക്ഷികൾക്കും ഉത്തരവാദിത്തമുണ്ട് എന്നാണ് ചൈനയുടെ പ്രതികരണം. അതായത് അമേരിക്കയെ കുത്തിയാണ് ചൈന പ്രതികരിച്ചിരിക്കുന്നത് എന്നതാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. അല്ലെങ്കിൽ തന്നെ ഇറാന് ശക്തമായ പിന്തുണയുമായി രംഗത്ത് വന്ന രാജ്യമാണ് ചൈന. ഇറാൻ്റെ പരമാധികാരത്തിന്മേൽ അമേരിക്കയും ഇസ്രയേലും നടത്തിയത് കടന്നുകയറ്റമാണെന്നാണ് ചൈന ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടുള്ളത്. ഈ കാടത്തം അനുവദിക്കാൻ കഴിയില്ല എന്നും ചൈനീസ് വിദേശകാര്യമന്ത്രി രൂക്ഷമായി പ്രതികരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ട്രംപിൻ്റെ നിർദ്ദേശത്തെ, അതായത് ഹോർമൂസിലേക്ക് കപ്പൽ അയക്കണമെന്നും എണ്ണക്കപ്പലുകൾക്ക് അകമ്പടിയായി യുദ്ധക്കപ്പലുകൾ അയക്കണമെന്നുമുള്ള ട്രംപിൻ്റെ നിർദ്ദേശത്തെ ചൈന തള്ളിക്കളയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ട്രംപ് ആവശ്യപ്പെട്ടതുകൊണ്ട് മാത്രം യുദ്ധക്കപ്പലുകൾ അയക്കില്ലെന്നും സ്വന്തം നിലയിൽ സ്വതന്ത്രമായ തീരുമാനമെടുക്കുമെന്നുമാണ് ട്രംപിനെ തന്നെ ഞെട്ടിപ്പിച്ചുകൊണ്ട് ജപ്പാൻ പ്രതികരിച്ചിരിക്കുന്നത്. സൈന്യത്തെ അയക്കുന്നതിനുള്ള നിയമപരമായ തടസ്സങ്ങളും ജപ്പാൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കപ്പൽ ഗതാഗതത്തിൻ്റെ സുരക്ഷ ഉറപ്പാക്കാൻ സഖ്യകക്ഷികളുമായി പങ്കാളികളുമായും വിവിധ ഓപ്ഷനുകൾ ചർച്ച ചെയ്തു വരികയാണ് എന്നാണ് ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രാലയം പ്രതികരിക്കുന്നത്. മൈൻ വേട്ടയാടുന്ന ഡ്രോണുകൾ നൽകുന്നത് അടക്കമുള്ള കാര്യങ്ങൾ പരിഗണനയിലാണ് എന്നാണ് ഊർജ്ജമന്ത്രി അവിടെ സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ പറയുമ്പോഴും ബ്രിട്ടനും ഈ സംഘർഷത്തിലേക്ക് കക്ഷി ചേരാൻ താല്പര്യമില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ചുരുക്കത്തിൽ ട്രംപിൻ്റെ നിർദ്ദേശത്തെ ഒരു രാജ്യവും ഇതുവരെ പരസ്യമായി അംഗീകരിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അമേരിക്കയെ കൊണ്ട് ഒറ്റയ്ക്ക് ഹോർമൂസ് ഇറാനിൽ നിന്ന് പിടിക്കാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കിയ ട്രംപ് മറ്റ് രാജ്യങ്ങളെ കൂട്ടിന് വിളിച്ചതാണ് എന്നുള്ള കാര്യവും വ്യക്തമാവുകയാണ്. അതുകൊണ്ട് തന്നെ ട്രംപിൻ്റെ ഈ നീക്കം ദയനീയമായ യാചന എന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി പരിഹസിച്ചത്. മാത്രമല്ല ഹോർമൂസ് കടലിടുക്കിലെ സൈനിക നീക്കം അതീവ അപകടകരമാണ് എന്ന് വിവിധ പ്രതിരോധ വിദഗ്ധരും നയതന്ത്ര വിദഗ്ധരും ട്രംപിന് മുന്നറിയിപ്പ് നൽകിയ സാഹചര്യവുമുണ്ട്. ഹോർമൂസ് കടലിടുക്കിലേക്ക് എണ്ണക്കപ്പലുകൾക്ക് അകമ്പടി സേവിക്കാൻ യുദ്ധക്കപ്പലുകൾ അയക്കുന്നത് വളരെ അപകടകരമായ ദൗത്യമാണെന്നാണ് പ്രതിരോധ വിദഗ്ധർ പറയുന്നത്. അതിന് പ്രധാന കാരണം ഭൂമിശാസ്ത്രപരമായ വെല്ലുവിളിയാണ്. കടലിടുക്കിൻ്റെ വടക്കൻ ഭാഗം ഇറാൻ്റെ നിയന്ത്രണത്തിലായതിനാൽ അവിടെ നിന്ന് ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ആക്രമിക്കാൻ ഇറാന് എളുപ്പമാണ് എന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. മറ്റൊന്ന് സാമ്പത്തിക പ്രത്യാഘാതമാണ്. കടലിടുക്കിലെ നേരിയ തടസ്സം പോലും ആഗോള എണ്ണവില കുതിച്ചുയരാനും ലോകമെമ്പാടും വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കാനും കാരണമാകുമെന്ന് വിദഗ്ധർ ട്രംപിനെ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഇറാന് താല്പര്യമുള്ള കപ്പലുകളെയെങ്കിലും അല്ലെങ്കിൽ കപ്പലുകളെ മാത്രമാണ് ഇറാൻ ആ കടലിടുക്കിലൂടെ കടത്തിവിടുന്നത്. അതുകൂടി തടസ്സപ്പെട്ടാൽ ആകെ പ്രശ്നമാകുന്ന സ്ഥിതി വരും. എണ്ണക്കപ്പലുകൾക്ക് സംരക്ഷണം നൽകാൻ US നാവികസേന നിലവിൽ പൂർണ്ണ സജ്ജമല്ല എന്ന് US എനർജി സെക്രട്ടറി ക്രിസ് റൈറ്റ്സും സൂചിപ്പിച്ചിട്ടുണ്ട്. ഇറാൻ്റെ ഉഗ്രമായ മിസൈൽ ശേഷി പൂർണ്ണമായും തകർക്കാതെ കടലിടുക്കിലേക്ക് ഹോർമൂസ് കടലിടുക്കിലേക്ക് ഇറങ്ങുന്നത് അമേരിക്കൻ സൈനികരെ സംബന്ധിച്ച് ആത്മഹത്യാപരമാണെന്നാണ് ട്രംപിനെ വിദഗ്ധർ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പോൾ തന്നെ നിരവധി കപ്പലുകൾ ഹോർമൂസ് കടക്കാൻ കഴിയാതെ പേർഷ്യൻ ഗൾഫിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അമേരിക്ക ഏതെങ്കിലും തരത്തിലുള്ള സൈനിക നീക്കം ഈ കടലിടുക്കിലേക്ക് നടത്തിയാൽ ഇറാൻ ഈ
കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളെ ലക്ഷ്യം വയ്ക്കുമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. അതുകൊണ്ട് തന്നെ ഹോർമൂസ് ട്രംപിനെ സംബന്ധിച്ച് വലിയ കീറാമുട്ടിയായി തുടരുകയാണ്. അതിനിടയ്ക്കാണ് ഹൂതികളെ ഉപയോഗിച്ച് പുതിയ നീക്കം നടത്താൻ ഇറാൻ ഒരുങ്ങുന്നത്. അതുകൂടി ഉണ്ടായാൽ അത് ട്രംപിനും ഇസ്രയേലിനും കനത്ത തിരിച്ചടിയായി മാറും. ഗൾഫ് രാജ്യങ്ങൾക്കും ഗുരുതര സാഹചര്യം സൃഷ്ടിക്കും. അതിനിടയ്ക്ക് അമേരിക്ക ഇറാനിലെ ഗാർഗ് ദ്വീപിൽ നടത്തുന്ന ആക്രമണം തീ കൊണ്ടുള്ള കളിയാണെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ 90% നടക്കുന്നത് ഗാർഗ് ഐലൻഡ് വഴിയാണ്. ഈ കേന്ദ്രം തകർന്നാൽ ആഗോള വിപണിയിൽ എണ്ണ ലഭ്യത കുറയുകയും വില കുതിച്ചുയരുകയും ചെയ്യും. ഇത് ലോകമെമ്പാടും വലിയ സാമ്പത്തിക പ്രതിസന്ധിക്കും വിലക്കയറ്റത്തിനും കാരണമാകും. ഇത് ഏറ്റവും അധികം ബാധിക്കുക അമേരിക്കയെ തന്നെയായിരിക്കും. ഇത് അമേരിക്കയ്ക്കുള്ളിലെ ഇന്ധനവില വർദ്ധിപ്പിക്കുകയും ട്രംപ് ഭരണകൂടത്തിന് വലിയ രാഷ്ട്രീയ വെല്ലുവിളിയായി മാറുകയും ചെയ്യും. പ്രത്യേകിച്ച് നവംബറിൽ ഇടക്കാല തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ അമേരിക്കയും ഗൾഫ് രാജ്യങ്ങളും തമ്മിൽ നടത്തുന്ന പെട്രോ ഡോളർ ഇടപാടുകൾ കൂപ്പുകുത്തും. അതായത് പെട്രോളിന് പകരം ഇന്ധനത്തിന് പകരം ഡോളർ നൽകുന്ന പരിപാടി കൂപ്പുകുത്തും. ഗാർഗ് ഐലൻഡിന് നേരെയുള്ള ആക്രമണം തങ്ങളുടെ നിലനിൽപ്പിന് മേലുള്ള ഭീഷണിയാണ് എന്നാണ് ഇറാൻ കരുതുന്നത്. ഇറാൻ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുന്നതും അതാണ്. ഇതിന് പകരമായി ഹോർമൂസ് കടലിടുക്ക് ഇറാൻ ഒരു രീതിയിലും തുറന്നു കൊടുക്കാത്ത രീതിയിൽ അടച്ചാൽ, സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങളിലെ എണ്ണ കമ്പനികളെ ആക്രമിച്ചാൽ അതെല്ലാം വലിയ പ്രത്യാഘാതങ്ങളായിരിക്കും സൃഷ്ടിക്കുക. മാത്രമല്ല, ഗാർഗിൽ ഉണ്ടാകുന്ന സ്ഫോടനങ്ങൾ പേർഷ്യൻ ഗൾഫിൽ വലിയ തോതിലുള്ള എണ്ണ ചോർച്ചയ്ക്കും ദശകങ്ങൾ നീണ്ടു നിൽക്കുന്ന പരിസ്ഥിതി ആഘാതത്തിനും കാരണമാകുമെന്നുള്ള പരിസ്ഥിതിപരമായ അല്ലെങ്കിൽ പാരിസ്ഥിതികമായ പ്രത്യാഘാതങ്ങളും മറുഭാഗത്തുണ്ട്. എന്തായാലും ഹോർമൂസിനെ മോചിപ്പിക്കാൻ നീക്കം നടത്തുമെന്ന് തന്നെയാണ് ട്രംപ് ഭീഷണി വീണ്ടും മുഴക്കുന്നത്. അതിന് ബദൽ നീക്കവുമായി ഇറാൻ കൂടി ഇറങ്ങിയാൽ കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലേക്ക് പോകുന്നതാണ് നിലവിലെ ഇപ്പോഴത്തെ അവസ്ഥ. ഹൂതികൾ കൂടി രംഗത്തെത്തിയാൽ സാമ്പത്തിക ആഘാതം അതിരൂക്ഷമാകാനാണ് സാധ്യത. ഇതെല്ലാം കൊണ്ട് തന്നെ ഇറാനിലെ സൈനിക നീക്കം കുടുങ്ങിയ അവസ്ഥയിലാണ് ട്രംപും ഇസ്രയേലും ഉള്ളത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പക്ഷേ ഇറാൻ്റെ തിരിച്ചടിയുടെ ആഘാതം ട്രംപിലും ഇസ്രയേലിലും ഒതുങ്ങുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം. അത് നമ്മുടെ അടുക്കളയിലേക്കും ഗതാഗത സംവിധാനത്തിലേക്കും ഇന്ധന ലഭ്യതയിലേക്കും കടന്നു വരിക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് പശ്ചിമേഷ്യയിലെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടട്ടെ എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. അടുത്ത വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.